Flash term text English term 3 lesson 4 rabbits. This is a small poem. Enjoy the poem. Let us read the poem with rhythm and know about the rabbit's features. അപ്പം ഈ പോം എന്ന് പറയുന്നത് ഇതൊരു ചെറിയ കുഞ്ഞു കവിതയാണ്. ഈ കവിത എന്ന് പറയുന്നത് റാബിറ്റ്സിനെ കുറിച്ചാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് റാബിറ്റ്സ് അല്ലേ. റാബിറ്റ്സിൻ്റെ മൂക്ക്, ചെവി, ഇതെല്ലാം തന്നെ നമ്മളെ വളരെയേറെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് റാബിറ്റ്സിനെ കുറിച്ച് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. No one knows the rabbit's nose, how it jerks and how it goes. റാബിറ്റ്സിനെ വളരെ അടുത്ത് കണ്ടിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ മൂക്ക് എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും, എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് റാബിറ്റ്സിൻ്റെ നോസ്. അപ്പം നോ വൺ നോസ്, KNOWS, അറിയുന്നില്ല. ഇവിടെ നോ വൺ നോസ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ആർക്കും അറിയുന്നില്ല. ദ റാബിറ്റ്സ് നോസ് ഹൗ ഇറ്റ് ജർക്സ്. ഇതെന്താണ് എപ്പോഴും ഇങ്ങനെ ഉയർന്നും താഴ്ന്നും ഇങ്ങനെ വരുന്ന പോലെ വരുന്നത്, എന്താണ് ഇതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആർക്കും. ആൻഡ് ഹൗ ഇറ്റ് ഗോസ്, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എപ്പം നമ്മൾ റാബിറ്റ്സിനെ നോക്കിയാലും അതിൻ്റെ മൂക്ക് ഇങ്ങനെ ചലിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാ ഈ ഭാഗത്ത് നോസ് തന്നെയാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നോ വൺ നോസ് ദ റാബിറ്റ്സ് നോസ് ഹൗ ഇറ്റ് ജർക്സ് ആൻഡ് ഹൗ ഇറ്റ് ഗോസ്. നമ്മൾ ഈ ജെർക്ക് എന്നുള്ള വാക്ക് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഗട്ടറിലും അങ്ങനെയൊക്കെ വീഴുമ്പോഴാണ് നമ്മൾ സാധാരണ ജെർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ഇവിടെ റാബിറ്റ്സിൻ്റെ നോസിൻ്റെ ചലനത്തിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, ജെർക്ക് എന്ന് പറയുന്നത്. നോ വൺ നോസ് ദ റാബിറ്റ്സ് നോസ് ഹൗ ഇറ്റ് ജെർക്സ് ആൻഡ് ഹൗ ഇറ്റ് ഗോസ്. നോ വൺ നോസ് ദ റാബിറ്റ്സ് ഇയേഴ്സ് ഹൗ ഇറ്റ് ലിസൺസ് ആൻഡ് ഹൗ ഇറ്റ് ഹിയേഴ്സ്. ഇനി റാബിറ്റ്സിൻ്റെ ചെവി, ആ ചെവി എവിടെയാണ്? നോ വൺ നോസ് ദ റാബിറ്റ്സ് ഇയേഴ്സ് ഹൗ ഇറ്റ് ലിസൺസ് ആൻഡ് ഹൗ ഇറ്റ് ഹിയേഴ്സ്. എങ്ങനെയാണത് നമ്മുടെ പരിസരത്തെക്കുറിച്ച് അറിയുന്നത്, ശ്രദ്ധിക്കുന്ന, ശബ്ദങ്ങൾ കേൾക്കുന്നത്, അത് എങ്ങനെ ശ്രദ്ധിക്കുന്നു, ഇതൊന്നും തന്നെ ആർക്കും അറിയില്ല. നോ വൺ നോസ് ദ റാബിറ്റ്സ് ഇയേഴ്സ് ഹൗ ഇറ്റ് ലിസൺസ് ആൻഡ് ഹൗ ഇറ്റ് ഹിയേഴ്സ്. ബട്ട് ഐ നോ ദ റാബിറ്റ്സ് ഐസ്. അതെ, റാബിറ്റിൻ്റെ കണ്ണുകൾ എപ്പോഴും നല്ല ഉരുണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. But I know the rabbit's eyes, how they look, how they surmise. Surmise എന്ന് വെച്ചാൽ ആ കണ്ണുകളിൽ എപ്പോഴും ഭയങ്കര ഒരു ഇമാജിനേഷൻ ഉണ്ടെന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. അതായത് കണ്ണുകൾ എപ്പോഴും ഇങ്ങനെ റോൾ ചെയ്ത് അത്ഭുതത്തോടെ ലോകത്തെ കാണുന്ന കണ്ണുകളാണ് നമ്മുടെ റാബിറ്റിനുള്ളത്. റാബിറ്റിൻ്റെ കണ്ണുകൾ ഇങ്ങനെ ഉന്തിത്തള്ളിയിരിക്കും ഇല്ലേ, എല്ലാം ഒരു അത്ഭുതത്തോടെ കാഴ്ച കാണുന്ന പോലെയാണ് റാബിറ്റിനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആ പോം ഒന്നുകൂടി വൺസ് അഗെയിൻ നമുക്കൊന്ന് റിസൈറ്റ് ചെയ്ത് നോക്കാം. No one knows the rabbit's nose, how it jerks and how it goes. No one knows the rabbit's nose, how it jerks and how it goes. No one knows the rabbit's ears, how it listens and how it hears. But I know the rabbit's eyes, how they look, how they surmise. But I know the rabbit's eyes, how they look, how they സർമൈസ്. അതായത് റാബിറ്റ്സിൻ്റെ കണ്ണുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഇമാജിനേഷൻ നിറഞ്ഞ അല്ലെങ്കിൽ സർപ്രൈസ് നിറഞ്ഞ കണ്ണുകളാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാഴ്ചകൾ, അത് കാണുന്ന കാഴ്ചകളെല്ലാം അതിന് സർപ്രൈസ് കൊടുക്കുന്നതാണ്. തിങ്ക് ആൻഡ് ആൻസർ. ഫസ്റ്റ് വൺ, എ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. സർമൈസ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സർമൈസ്, ജർക്സ്, ഹിയേഴ്സ്. ഇത് ആ പോം അങ്ങനെ തന്നെ ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. നമ്പർ 1, no one knows the rabbit's nose, how it jerks and how it goes. First line ആണ്. No one knows the rabbit's nose, how it jerks and how it goes. What is the spelling of jerk? Jerks. Second one, no one knows the rabbit's ear, how it listens and how it hears. HEARS, ears എന്ന് വെച്ചാൽ കേൾക്കുക അല്ലേ. No one knows the rabbit's ear, how it listens. You should listen to the teacher. You should listen to your parent. Listen എന്ന് വെച്ചാൽ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണം അല്ലേ, ശ്രദ്ധിക്കണം അല്ലേ. And how it hears. I know the rabbit's eyes, how they look and how they surmise. How they look and how they surmise. അതെല്ലാം ഇമാജിനേഷനോട് കൂടിയാണ് ഓരോ കാഴ്ചയും അത് കാണുന്നത്. Answer second one, answer the following questions. Answer the following questions. Describe the rabbit's nose. A rabbit nose always jerks. റാബിറ്റിൻ്റെ നോസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എപ്പോഴും അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. എ റാബിറ്റ്സ് നോസ്. റാബിറ്റ്സ് കണ്ടോ, അപ്പോസ്ട്രോഫി എസ് ആണ് ഇട്ടേക്കുന്നത്. എ റാബിറ്റ്സ് നോസ്, റാബിറ്റിൻ്റെ നോസ്.
A rabbit's nose always jugs. Second question, what is it that we do not know about the rabbit's ears? റാബിറ്റ്സിൻ്റെ ഇയേഴ്സിനെ കുറിച്ച് നമുക്ക് എന്തറിയാം? നമുക്ക് കാരണം റാബിറ്റ്സിൻ്റെ ഇയേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ളൊരു കൺഫ്യൂഷനാണ് നമുക്കല്ലേ. അതുകൊണ്ടാണ് നോ വൺ നോസ് ദ റാബിറ്റ്സ് ഇയേഴ്സ്, ഹൗ ഇറ്റ് ലിസൺസ് ആൻഡ് ഹൗ ഇറ്റ് ഇയേഴ്സ്. എങ്ങനെയാണ് റാബിറ്റ് കേൾക്കുന്നത്, ശ്രദ്ധിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ല. വിച്ച് ക്വാളിറ്റീസ് ഓഫ് റാബിറ്റ്സ് ഐസ് ഡു വി നോ? നമുക്ക് എന്ത് ക്വാളിറ്റിയാണ് റാബിറ്റ്സിൻ്റെ ഐസിനെ കുറിച്ച് അറിയാൻ പറ്റുന്നത്? വി നോ ദ റാബിറ്റ്സ് ഐസ് വിച്ച് ഹാസ് എ ഗ്രേറ്റ് ഇമാജിനേഷൻ. റാബിറ്റ്സിൻ്റെ ഐസിന് എന്തുണ്ട്? വിച്ച് ഹാസ് എ ഗ്രേറ്റ് ഇമാജിനേഷൻ. സർമൈസ് എന്നുള്ള വാക്കിന് പകരമുള്ള വാക്കായിട്ടുള്ള ഇമാജിനേഷനാണ് ടീച്ചർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഗ്രാമർ സ്കിൽസ് പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് പൊസിഷൻ അറിയുന്നത്. നമ്മൾ പറയുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റും അങ്ങനെ ആ ബാക്കിയുള്ള ഓബ്ജക്റ്റുമായിട്ടുള്ള ബന്ധം, റിലേഷൻഷിപ്പ് കാണിക്കുന്നതിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ സാധാരണ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്, സ്റ്റാൻഡേർഡ് 1ലെ കുട്ടികൾ യൂഷ്വലി ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനാണ് ഇൻ, ഓൺ, അണ്ടർ, ഓവർ. ഇൻ മീൻസ് എന്ന് വെച്ചാൽ ഉള്ളിൽ അല്ലേ, ഓൺ എന്ന് വെച്ചാൽ പുറത്ത്, അണ്ടർ എന്ന് വെച്ചാൽ അടിയിൽ, ഓവർ എന്ന് വെച്ചാൽ വളരെ മുകളിൽ. അപ്പം ഇരിക്കുന്ന ഒരു തന്നിരിക്കുന്ന ഒരു സാധനം അല്ലെ, ഒരു ബുക്ക് എവിടെ ഇരിക്കുന്നു, പേന എവിടെ ഇരിക്കുന്നു, കുട്ടി എവിടെ നിൽക്കുന്നു, ഇങ്ങനെ കാണിക്കാൻ ആ പൊസിഷൻ, ആ സബ്ജക്റ്റിൻ്റെ പൊസിഷൻ, നമ്മൾ പറയുന്ന ആളുടെ പൊസിഷൻ എവിടെയാണെന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. അതിന് യൂഷ്വലി സ്റ്റാൻഡേർഡ് 1ലെ കുട്ടികൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് ആണ് ഇൻ, ഓൺ, അണ്ടർ, ഓവർ. ഇൻ എന്ന് വെച്ചാൽ ഉള്ളിൽ, ഓൺ എന്ന് വെച്ചാൽ പുറത്ത്, അണ്ടർ എന്ന് വെച്ചാൽ അടിയിൽ, ഓവർ എന്ന് വെച്ചാൽ മുകളിൽ. The words in, on, under and over show the position of the person, place, animals or thing that we speak about. ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു സാധനത്തിൻ്റെ ആവാം, ഒരു സ്ഥലത്തിൻ്റെ ആവാം, ഒരു ആനിമലിൻ്റെ ആവാം, ഏതൊരു സംഗതിയുടെയും പൊസിഷൻ കാണിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രിപ്പോസിഷൻ. വി യൂസ് ഇൻ, ഓൺ, അണ്ടർ ആൻഡ് ഓവർ ആസ് പ്രിപ്പോസിഷൻസ്. ലുക്ക് അറ്റ് ദ എക്സാമ്പിൾ. ദ ഫ്രോഗ് ഈസ് ഇൻ ദ പോണ്ട്. കണ്ടോ, ഫ്രോഗ് തവള. തവള എവിടെയാണ്? കുളത്തിനകത്താണ് അല്ലേ, അതുകൊണ്ട് നമ്മൾ ഇൻ എന്ന് പറഞ്ഞു. ദ ഫ്രോഗ് ഈസ് ഇൻ ദ പോണ്ട്. ഇനി നോക്കിയേ, ദ കൈറ്റ് ഈസ് ഓവർ ദ ട്രീ. കൈറ്റിനെ എവിടെയാണ് കണ്ടേ? മരത്തിൻ്റെയൊക്കെ മുകളിലായിട്ടാണ് കൈറ്റിനെ കാണിക്കുന്നത്. അപ്പം ഇൻ ദീസ് സെൻറ്റൻസസ് ഇൻ ആൻഡ് ഓവർ ഷോ ദ പൊസിഷൻ, ദ ഫ്രോഗ് ആൻഡ് ദ കൈറ്റ്. അപ്പം ഫ്രോഗ് എവിടെയാണ്, കൈറ്റ് എവിടെയാണെന്നുള്ള പൊസിഷൻ കാണിക്കാൻ നമ്മൾ ഉപയോഗിച്ചാണ് ഇന്നും ഓവറും. അത് രണ്ടും എന്താണ്? പ്രിപ്പോസിഷനാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ഇൻ, ഓൺ, ഓവർ ഓർ അണ്ടർ. ഫസ്റ്റ് വൺ, ദ ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഓവർ ദ റിവർ. നോക്കിയേ, ഇവിടെ ഒരു റിവർ ഉണ്ട്, വെള്ളം ഒഴുകി പോകുന്ന വലിയ ചാനലിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? റിവർ എന്ന് പറയുന്നത്. ആ റിവറിൻ്റെ മുകളിലൂടെയാണ് പക്ഷികൾ പറന്നു പോകുന്നത്. ദ ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഓവർ ദ റിവർ. ഇനി സെക്കൻഡ് വൺ നോക്കിയേ, ഐ സോ എ മൗസ് അണ്ടർ ദ ബെഡ്. കട്ടിലിൻ്റെ അടിയിലാണ് ഞാനൊരു എലിയെ കണ്ടത്. അപ്പോൾ കട്ടിലിൻ്റെ അടിയിൽ, അടിയിൽ എന്നുള്ളതിൻ്റെ വാക്കാണ് അണ്ടർ. ഐ സോ എ മൗസ് അണ്ടർ ദ ബെഡ്. ഇനി ദ ബോയ് ഈസ് ഓൺ ദ ബെഡ്. ബെഡിൻ്റെ പുറത്താണ്, ബെഡിനകത്തല്ല കിടക്കുന്നത്, ബെഡിൻ്റെ പുറത്താണ് കിടക്കുന്നത്. ദ ബോയ് ഈസ് ഓൺ ദ ബെഡ്. ദ ബോൾ ഈസ് അണ്ടർ ദ ചെയർ. കണ്ടോ, ചെയറിൻ്റെ അടിയിലാണ് എന്തിരിക്കുന്നത്? ബോൾ ഇരിക്കുന്നത്. അപ്പം ദ ബോൾ ഈസ് അണ്ടർ ദ ചെയർ. ടേൺ ദ പേജ്. ഫിഫ്ത്ത് വൺ, ദ മങ്കി ജംപ്ഡ് ഓവർ ദ വോൾ. ഈ വോളിന് പുറത്തുകൂടി ചാടിയെന്ന, അതിൻ്റെ മണ്ടയ്ക്കൂടി ചാടിയെന്നർത്ഥം. ദ മങ്കി ജംപ്ഡ് ഓവർ ദ വോൾ. ഇനി റൈറ്റ് ദ മീനിങ്സ് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്. ജർക്ക്, സഡൻ മൂവ്മെൻറ്റ്, പെട്ടെന്നുള്ള ചലനത്തിനെയാണ് നമ്മൾ ജർക്ക് എന്ന് പറയുന്നത്. ജർക്സ്, സഡൻ മൂവ്മെൻറ്റ്. മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ചലനം. ലിസൺസ്, ശ്രദ്ധിക്കുക. ടു പേ അറ്റൻഷൻ. ലിസണിൻ്റെ മീനിങ് എന്താണ്? ടു പേ അറ്റൻഷൻ. ഇയേഴ്സ്, ടു പെർസീവ് സൗണ്ട്. നമ്മൾ ശബ്ദം കേൾക്കുക, സൗണ്ട് കേൾക്കുക, വർത്തമാനം പറയുന്നത് കേൾക്കുക, അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഇയേഴ്സ് എന്ന് പറയുന്നത്. HEARS, ടു പെർസീവ് സൗണ്ട്. സർമൈസസ്, ഇമാജിനേഷൻ. സർമൈസസ് എന്ന് വെച്ചാൽ എന്തുവാ? ഇമാജിനേഷൻ. ജർക്സ്, സഡൻ മൂവ്മെൻറ്റ്. ലിസൺസ്, ടു പേ അറ്റൻഷൻ. ഇയേഴ്സ്, ടു പെർസീവ് സൗണ്ട്. സർമൈസസ്, imagination. Okay, thank you children.